നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പണി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ഭിത്തിയുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭിത്തി നമ്മൾ കണ്ണൂർ കൊണ്ടുവന്ന വെട്ടുകല്ല് വെച്ചാണ് ഭിത്തി നിർമ്മിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ചുറ്റമ്പലത്തിൻ്റെ പണി ആരംഭിച്ച് കെട്ട് തുടങ്ങിക്കഴിഞ്ഞ് വെട്ടുകല്ലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടളവയ്പ്പ് പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഫ്രണ്ട് വാതിൽ കട്ടള വെച്ച് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് കട്ടള. അത്യാവശ്യം വേണ്ട വിധ വർക്കുകളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കട്ടളകളും കല്ലിൽ തന്നെയാണ്. എല്ലാ കട്ടളകളും എല്ലാ ശുഭക്ഷേത്രങ്ങളെയും തിടപ്പള്ളി സ്റ്റോർ ഇതിൻ്റെ എല്ലാം പുറത്തോട്ടിറങ്ങുന്നത് ഇതെല്ലാം കല്ലിൻ്റെ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇഞ്ചസാണ്. നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച് അത്യാവശ്യം നല്ല വിലയുണ്ട്. കംപ്ലീറ്റ് സ്റ്റീലാണ്. സാധാരണ ഇരുമ്പിലൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ കുറച്ച് ഇരുമ്പാകുമ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ തുരുമ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇത്രയും ഒരു വർക്കിംഗ് സിസ്റ്റം നല്ല ആയിരിക്കില്ല. എന്നിട്ട് ഇതിൽ നമ്മൾ ഒരുക്കി വിരിയിക്കുന്നതാണ്. ഒരു കാരണവശാലും പഴയ ഒരു സിസ്റ്റമാണ്. ഒരു കാരണവശാലും എത്ര കാലം കഴിഞ്ഞാലും ഇതിനൊരു കേടുപാടോ തേയ്മാനോ ഒന്നും ഉണ്ടാകുന്നില്ല. അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം കൂടി. ചുറ്റമ്പലത്തിനുള്ളിൽ 3 ഉപക്ഷേത്രങ്ങളുണ്ട്. 1, 2, പിന്നെ അവിടെ 1. 2 കോർണറിലായിട്ടും 1 അല്പം ഇടയ്ക്കായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഇനി വരുന്നത് നമുക്ക് തൂണുകളുണ്ട്. കല്ലിലെ തൂണുകളാണ് അതിന് ഉപയോഗിക്കുന്നത്. കല്ലിൻ്റെ തൂണുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അത് എത്തുന്നതാണ്. ഇത് നമ്മൾ പടവിൻ്റെ പണി തുടങ്ങിയിട്ട് 3 ദിവസം ആയുള്ളൂ. ഇനി ഒരു ദിവസം കൂടെ എടുക്കുമ്പോൾ തന്നെ ഏകദേശം കല്ലിൻ്റെ വട്ടം ആവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് പിന്നെ കൂടുതൽ പണിയിലെ ഒരു താമസം വന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് പോകാൻ പറ്റും. കാരണം വലിയ പീസ് ആയതുകൊണ്ട് ഇത് നമ്മുടെ കല്ല് വന്നിട്ട് 36 സെൻറ്റിമീറ്റർ നീളവും 21 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളതാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് പണി സ്പീഡ് നീങ്ങി പോവുകയും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പിന്നെ സിമെൻറ്റിൻ്റെതും പിന്നെ മണലും വളരെ കുറച്ച് മാത്രം നമുക്ക് മതിയാവുന്നുള്ളൂ. ഈ സിമെൻറ്റ് ഇടുന്നത് തന്നെ നമ്മൾ സിമെൻറ്റിൻ്റെ പിന്നെ കണക്ക് തന്നെ നമുക്ക് 5-1 നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ബലമാണ്. നമ്മൾ ചുടുകല്ലിടണമെന്ന് വെച്ചാൽ 8-1 ഇടുന്നത്. ഇവിടെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് 8-1 ചുടുകല്ല് കെട്ടാറുള്ളത്. ഇത് നമ്മൾ 5-1 ഇടുന്നത്. നല്ല സ്ട്രോങ് ആണ്. ഇത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള വാതിലാണ്. ഇത് 3 സൈഡിലും ബാക്കി 3 സൈഡിലും ഇതേപോലെ തന്നെയുണ്ട്. ഇതും കല്ലിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പൊടികളൊക്കെ ഉണ്ടാവും. ഈ കട്ടിയും ഉണ്ടാവുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണ ഈ പൊടികൾ അവർ പിന്നെ ക്ലീൻ ചെയ്യാറില്ല. കെട്ടുന്ന സമയത്ത് അവർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം പിന്നെ ചുരണ്ടി കളഞ്ഞു കൊണ്ടുപോകുന്ന രീതിയാണ് ഉള്ളത്. പക്ഷേ അതിൽ അല്പം പൊടി അതിലുണ്ടാവും. പക്ഷെ ആ പൊടിയും ഈ ചാന്തും കൂടി തമ്മിൽ കണക്റ്റ് ആവാൻ നമ്മൾ ഒരു ഇതുണ്ടെന്ന് തോന്നി. അപ്പോൾ നമ്മളത് ചെയ്തതെന്ന് പറഞ്ഞ് ഇതിനെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം അപ്പോഴേ ക്ലീൻ ചെയ്ത് ഈ അട്ടിയിൽ നിന്ന് അടിക്ക് അപ്പുറത്ത് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൽ നല്ല 1 ഇഞ്ചിൻ്റെ മോട്ടർ വെച്ച് ഓസ് വെച്ചിട്ട് നല്ല വൃത്തിയ വെള്ളം അടിച്ച് കഴുകി പുറത്തു കൂടി വെള്ളം അടിച്ചു വിടുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെളിയും പൊടിയും കംപ്ലീറ്റ് പോകും. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ സാധാരണ ആരും ഇങ്ങനെ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് അതങ്ങനെ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഈ കഴുകുമ്പോഴത്തേക്കും ഇതിലുള്ള ഈ പൊടിയും ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ അതെല്ലാം പോയി നല്ല ക്ലീനായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ചാന്തും ഇതും തമ്മിൽ കുറച്ചുകൂടി തമ്മിലൊരു പിടുത്തം കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അത് നമ്മൾ ചെയ്തു. അത് കുറച്ചുകൂടി നല്ലതായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ നമുക്ക് ഈ നിലവിൽ ഈ സൈഡ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഏകദേശം കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഒരു കൂടി വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു കറക്റ്റ് തൂക്കിന് കെട്ടിയതിന് ശേഷം ഇത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ട് നമ്മൾ കുഴിച്ചു വിടും. ഈ 1 സെൻറ്റിമീറ്റർ കുഴിച്ചു വിട്ടിട്ട് ഇതിനെ പോയിന്റ് ചെയ്യും. പേപ്പർ അടിച്ച് കപ്പടിച്ച് ഇതിനെ പോയിന്റ് ചെയ്യും. ഈ പോയിന്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫൈനലിൽ വരുമ്പോഴത്തേക്ക് എല്ലാം ഒരേപോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരു വര മാത്രമേ വരുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ഇതിൽ പറഞ്ഞ വർക്ക് പറഞ്ഞത്. ഇത് നമ്മൾ ചെയ്യണത് കണ്ണൂരുള്ള വടകരയുള്ള സതീഷ് ചേട്ടനാണ്. സതീഷ് ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ പണിയെടുത്തിരിക്കുന്നത്. പിന്നെ സതീഷിൻ്റെ കൂടി അതിൻ്റെ വിശദമായിട്ട് വിവരങ്ങൾ ഡീറ്റെയിൽ സതീഷ് ചേട്ടൻ സംസാരിക്കും.
കണ്ണൂരിലുള്ള കല്ലാണ് ഇത്. 1000 വർഷം പിന്നെ ചുമരുമൽ നിന്നാലും ഒന്നും പറ്റാത്ത വെച്ചാൽ നമ്മളൊക്കെ വെച്ചാൽ എല്ലാവരും ഉപയോഗിക്കുന്ന കല്ലാണ്. കിണർ കെട്ടാനും പിന്നെ ഈ കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കിണർ കെട്ടാനും നമ്മളെല്ലാ ആവശ്യത്തിനും ഈ കല്ലാണ്. ഇവിടെ ഇപ്പോൾ അപൂർവങ്ങളിലാണ് ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ടുള്ളൂ. കല്ലിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പായിരിക്കും. നല്ല തണുപ്പുണ്ടാവും, നല്ല കൂളായിരിക്കും, ചൂടുണ്ടാവില്ല. വീട് കെട്ടിയാൽ നല്ല തണുപ്പായിരിക്കും. പിന്നെ കാലങ്ങളോളം ഇത് നിൽക്കുകയും ചെയ്യും. ഒരു കാലത്തൊന്നും ആവില്ല, മഴ കൊണ്ടാലോ ഒന്നും ആവില്ല. ഇതിന്റെ ചേട്ടാ, ഇതിന് നമ്മൾ കെട്ടുമ്പം ശ്രദ്ധിക്കേണ്ട പ്രത്യേകം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും കെട്ടുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇത് കെട്ടിയിട്ട് പൂശാറുണ്ട്. പക്ഷെ ഇവിടെ ഇത് പൂശുന്നില്ല. എന്ന് വെച്ചാൽ പിന്നെ സാധാ സിമെന്റ് വെച്ച് കെട്ടിയിട്ട് പിന്നെ അതിന് നമ്മൾക്ക് കൂട്ടുണ്ട്, ഒരു പോയിന്റിങ്ങിന്റെ കൂട്ടുണ്ട്. കൂട്ടുകൊണ്ട് കൂട്ടിയിട്ട് നല്ല ലൈന് കൊടുക്കും. ലൈന് കൊടുത്തിട്ട് പിന്നെ പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മഴ കൊണ്ടു കഴിഞ്ഞാലും പൂപ്പൽ പിടിക്കില്ല, വരില്ല. അങ്ങനെയാണ്. ശരി. ഇവിടെ കൊണ്ടുവരുന്ന കല്ലുകളൊക്കെ പൂശാതെയാണ് ഉപയോഗിക്കുന്നത്. ചേട്ടാ, നമുക്കിത് ഈ കല്ല് കെട്ടുമ്പോഴേ, വെട്ടുകല്ല് കെട്ടുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിനെ കുറിച്ച് കൊണ്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്ന് പറയണം. സിമെന്റ് കുറച്ചുകൂടി വെച്ച് ഒരു അരയിഞ്ച് 1 ഇഞ്ച് അല്ല 1 സെന്റ് 1/2 സെന്റ് സമയത്തിലാണ് നമ്മൾ സിമെന്റ് ഉപയോഗിക്കുന്നത്. ഒരു ചട്ടിക്ക് 5 ചട്ടിക്ക് 5 ചട്ടി കോഴിക്ക് 1 ചട്ടി, അതായത് ഒരു 5 ചട്ടി മണലിന് 1 ചട്ടി സിമെന്റ്. അപ്പൊ നല്ല ക്വാളിറ്റി ആയിരിക്കും. നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്ന ചുടുകലിന് ഉപയോഗിക്കുന്ന 8-1 ഉപയോഗിക്കുന്നത് ആ ക്വാളിറ്റി. അതിന്റെ പകുതി ഏകദേശം നേർ പകുതി വരും. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. മറ്റേതിനെ അപേക്ഷിച്ച് ഡബിൾ സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് മാത്രമല്ല, നനച്ചു കൊടുക്കുകയും വേണം. 2 നേരമായിട്ട് നനച്ചു കൊടുക്കുകയും വേണം. പടവ് ചെയ്തതിന് ശേഷം 3 നാളെങ്കിലും നനച്ചു കൊടുത്തിട്ട്, ഇതിപ്പോ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു 2 സെന്റിന്റെ ഒരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ ഇട്ടേക്കാം. 2 സെന്റ് ഗ്യാപ്പ് നമ്മൾ ഓരോ ഇശകളുടെ 2 ഗ്യാപ്പ് ഇട്ടിട്ട് ചാന്ത് പിന്നെ നല്ല ലൂസിൽ വെള്ളം കൂടുതൽ ചേർത്തിട്ട് ലൂസിലാക്കിയാണ് ഇതിനകത്ത് ഇറങ്ങിക്കിട്ടും. ഇതിനകത്ത് ഫുള്ളായിട്ട് ഇറങ്ങി കിട്ടണ്ടിട്ടുണ്ടെങ്കിൽ ലൂസിലാക്കിയിട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തിട്ട് 2 ഭാഗത്തും കൂടി ടൈറ്റ്. ഞാനിപ്പോൾ ഇവിടെ കല്ല് വെച്ചത് മൂല തൂക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങേ അറ്റത്ത് ഞാൻ അവിടെ 2 കല്ല് പടവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മൂല തൂക്ക് നോക്കിയിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നൂലിട്ട് ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള 2 ഭാഗങ്ങളും തൂക്കിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് കിട്ടി. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിന് അങ്ങോട്ടൊക്കെ 2 നൂല് വലിച്ചിട്ട് അതിൻ്റെ നൂലിന് കണക്കാക്കി ആയിട്ട് അപ്പോൾ നല്ല ലൈന് കിട്ടും. നല്ല ഒരേ ലൈനായിരിക്കും. നൂലിട്ട് കെട്ടിയാൽ ഫുള്ള് നൂലിട്ട് കെട്ടുമ്പോൾ ലെവൽ നോക്കിയാൽ പൂശുന്നില്ല. നമുക്ക് ലൈൻ ഇടണം. ആ ലൈനിൽ നമ്മൾ കത്തി കൊണ്ട് വരക്കാം. ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഒറ്റ ഒരു ലൈൻ ഒരു ഭാഗത്ത് കാണും, ബാക്കിയെല്ലാം ഒന്നും കാണില്ല. ഇതിന്റെ അതേ മേച്ചായ കൂട്ട നമ്മൾ ഉണ്ടാക്കും. പോയിന്റിങ് അതിന്റെ എത്ര ഒന്നാണ് ഇടുന്നത്? അതിന് നമുക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി ഈ സിമെന്റിന്റെ അളവ് എത്രയാണ് ഇടാറുള്ളത്? അത് ഒരു കല്ലിന്റെ നോക്കിയിട്ട് സാമ്പിൾ നോക്കും. നമ്മൾ നോക്കിയിട്ട് അതിന് എത്ര വേണോ നോക്കിയിട്ട് ഒന്ന് ഉണങ്ങാൻ വിടും. ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കല്ലിനായിട്ട് മാച്ചാകുന്നുണ്ടോ നോക്കി അതിന് ശേഷം എന്തെന്ന് വെച്ചാൽ നമ്മളത് അത് കൂട്ടും. ഒന്നിക്കണം മഞ്ഞ കൂട്ടണോ ചുവപ്പ് കൂട്ടണോ അന്നേരം മനസ്സിലാവും. മഞ്ഞ റെഡ് ഓക്സൈഡ്, യെല്ലോ ഓക്സൈഡ്, മണല്, സിമെന്റ്, പിന്നെ കുറച്ച് മണ്ണ് ഉപയോഗിക്കും. ഇതാണ് ലാസ്റ്റ് പോയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പോയിന്റിങ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മളെ ഇതുണ്ടല്ലോ മോൾഡ് മെഷീൻ്റെ പേപ്പർ കപ്പിട്ടിട്ട് ഒന്ന് ശരിയാക്കും. ഈ നമ്മളെ ഈ കല്ല് എങ്ങനെയാ ചില സാധാരണ ഉപയോഗിക്കുന്ന അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ കല്ല് എങ്ങനെ നല്ല ക്വാളിറ്റിയെ കുറിച്ച് ചേട്ടാ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയാണ്. അവിടെ തന്നെ പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കല്ലുണ്ട്. നല്ല ഉറപ്പുണ്ട്. ഇതിപ്പം നമ്മളെ കല്ല് എങ്ങനെയാണ്? കഠിനമായ ഉറപ്പല്ല. കഠിനമായ ഉറപ്പ് നമുക്ക് വേണ്ട. അപ്പം ഭംഗി കൂടി അത് തറ കെട്ടാനൊക്കെ. ഇത് നമുക്ക് ഡിസൈൻ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നല്ല ചുവന്ന കല്ല് നമ്മൾ തിരഞ്ഞെടുക്കാം. സതീഷ് ചേട്ടാ നമ്മൾ കണ്ണൂരിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് പേരെ കണ്ണൂരിൽ നിന്ന് ഒരുപാട് പേരെ ബന്ധപ്പെട്ടതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ പണി പലയിടവും ചെന്ന് കണ്ടു. വളരെ നല്ല ഭംഗിയായിട്ടും നല്ല ക്വാളിറ്റി ആയിട്ടും നല്ല രീതിയിലും വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് പേരെ കണ്ട് സെലക്ട് നോക്കിയതിന് ശേഷമാണ് ഇദ്ദേഹത്തിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്നപ്പം നമുക്കും അത് തന്നെയാണ് അനുഭവപ്പെട്ടത്. വളരെ ഭംഗിയായിട്ട് രീതിയിലും വളരെ ആത്മാർത്ഥമായിട്ടും അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മളെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇദ്ദേഹത്തിൻ്റെ പണിക്ക് ആവശ്യമുണ്ട്, ഇദ്ദേഹത്തിന് ബന്ധപ്പെട്ടാൽ മതി. നല്ല രീതിയിൽ വളരെ ഭംഗിയായ രീതിയിൽ വർക്കൊക്കെ ചെയ്തു തരുന്നതാണ്. ഇതാണ് നമ്മുടെ ശ്രീകോവിൽ. ഇത്
ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സാധാരണ എല്ലായിടവും കല്ലിൽ ചെയ്യാറുണ്ടെങ്കിൽ ഇതിൽ കുറേ നമ്മൾ പുതുമകൾ വരുത്തിയിട്ടുണ്ട്. ഇത് കാണുന്ന ഈ ശ്രീകോവിൽ കംപ്ലീറ്റ് കരിങ്കല്ലാണ്. ഇതിൽ സിമെന്റ് എന്നുള്ള സംഭവം നമ്മൾ ഉപയോഗിച്ചില്ല. ബേസ് കഴിഞ്ഞാൽ ഈ ഒരു ബേസ് കഴിഞ്ഞാൽ മുകളിലോട്ട് കംപ്ലീറ്റ് കല്ലാണ്. ഇതിൽ ലോക്കിംഗ് സിസ്റ്റമാണ്. സിമെന്റ് എന്നുള്ള സാധനം ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ നമ്മൾ ജോയിന്റ് ഫില്ലിങ് മാത്രമേ സിമെന്റ് ജസ്റ്റ് ഉപയോഗിക്കാറുള്ളൂ. ഇതിന്റെ വേറൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ മേൽക്കൂര നമ്മൾ സാധാരണ നമ്മൾ കാണാറുള്ളത് ഒന്നി ഇത് പണി ഭിത്തി കരിങ്കല്ല് ചെയ്തതിന് ശേഷം തടിയിലോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ആണ് സാധാരണ ഉള്ളത്. ഇത് നമ്മൾ കംപ്ലീറ്റ് കല്ലിൽ തന്നെയാണ്. ഈ കൽക്കോല് കാര്യങ്ങൾ മൂലക്കോടി എല്ലാം കല്ലാണ്. പിന്നെ അതിൽ കൂടി അതിൻ്റെ വള സ്റ്റീലിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രില്ല് ചെയ്ത് ഇട്ടിട്ടുള്ളത് സ്റ്റീലിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ പറഞ്ഞ ഷീറ്റും സ്ലാബാണ്. കരിങ്കല്ലിലെ 3 ഇഞ്ച് 9 സെൻറ്റിമീറ്റർ 9.5 സെൻറ്റിമീറ്റർ കനമുള്ള സ്ലാബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാലം ഇതിനൊരു കേടുപാടുകളോ അല്ലെന്നുണ്ട് മെയിൻ്റനൻസോ ഒരിക്കലും ഒരു സംഭവം വരുന്നില്ല. പിന്നെ നമ്മൾ ഈ തൂണുകളൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ എല്ലായിടവും ചെയ്യാറുള്ളത് ഈ കല്ലുകൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇട്ടാണ് വർക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ കല്ല് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളിത് ഈ തൂണ് 3 പീസായിട്ടാണ് എടുത്ത് വയ്ക്കാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ കല്ലിൽ തന്നെ ഈ തൂണ് വേണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഒരു ജോയിന്റ് ഒന്നുമില്ല, ഒറ്റക്കല്ല് തൂണാണ്. ഈ തൂണിൻ്റെ ഒരു പീസിനെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒറ്റ പീസാണ്. ഇത് ജോയിന്റോ ഒന്നുമില്ല. ഇവിടെ മുതൽ അവിടെ വരെ ഒറ്റ പീസാണ്. ഇതെല്ലാം ഒരു പീസാണ്. ഇതിന് പഞ്ചരം എന്ന് പറയും. പഞ്ചര ഒറ്റ പീസാണ്. അതുപോലെ തന്നെ ഹനദ്വാരവും വന്നിട്ട് ഇത് ഒരു പീസാണ്. ഇതെല്ലാം വെർട്ടിക്കലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. വളരെ സ്റ്റോൺ. ഇത് നമ്മൾ ജോയിന്റ് ഒന്നും കാണാനായി പറ്റുന്നില്ല. അത്ര ഫിനിഷിംഗ് ആയിട്ട് നല്ല കറക്റ്റ് കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്കൊക്കെ ഈ കാണുന്ന വർക്കൊക്കെ നമ്മൾ അതും അതിൽ കുറേ വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇതൊരു രൂപത്തിനകത്ത് തന്നെ വീണ്ടും ഒരു രൂപമുണ്ട്. അതും വേറെ ഓരോ 4 സൈഡ് ഇങ്ങനെ 4 സൈഡിലും ഉണ്ട്. 4 സൈഡിലും ഓരോന്നിനകത്തും ഓരോ രൂപങ്ങളാണ്. അവിടെ ശിവലിംഗവും പാമ്പാണെങ്കിൽ ഇവിടെ വന്നിട്ട് വെറും നാഹം മാത്രമാണ്. അപ്പുറത്ത് അവിടെ പോകുമ്പോൾ അതൊരു വേറൊരു രൂപമാണ്. നന്ദിയുടെ രൂപമാണ്. ഇതിനകത്തിരിക്കുന്ന നന്ദിയുടെ രൂപമാണ്. അവിടെ വരുമ്പോഴത്തേക്കും ഗതയാണ്. ഇങ്ങനെ 4 സൈഡ് 4 വ്യത്യസ്തമായ ഒരു രൂപങ്ങളാണ്. ഇത് സാധാരണ നമ്മൾ ഇവിടങ്ങളിലൊരു ക്ഷേത്രങ്ങളിലൊന്നും ഇത് ചെയ്ത് കാണാറില്ല. പിന്നെ അതുപോലെ വേറൊരു വ്യത്യസ്തമാണ് നമ്മുടെ ഈ ഓവലിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി കുറേ പണികളുണ്ട്. ഇതിപ്പോൾ ഓവലെന്ന് പറഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള ഓവല് ചിലപ്പം ആദ്യമായിട്ടായിരിക്കും പലരും കാണുന്നത്. കാരണം ഇത് ഇവിടെ നിന്ന് വരുന്ന ഓവി കൂടുന്ന തീർത്ഥം ഡയറക്റ്റ് താഴെ വീഴാതെ, ഈ ഓവി എന്ന് പറഞ്ഞ തീർത്ഥം ഡയറക്റ്റ് താഴെ വീഴാതെ ഈ ഒരു രൂപത്തിൻ്റെ ഈ ഒരു രൂപത്തിനകത്ത് കൂടി ഈ തലവഴി വന്ന് വായി കൂടി ഇതുവഴിയാണ് പുറത്തു പോകുന്നത്. ഇനി കുറേ വർക്കുകളുണ്ട് ഇനി ഇവിടെ. അതിന് കംപ്ലീറ്റ് ആകുമ്പോഴേ ഇതിൻ്റെ ഒരു പൂർണ്ണ ഇത് കിട്ടുള്ളൂ. സോപാനം കുറച്ച് നമ്മൾ വ്യത്യസ്തത വരുത്തിയിട്ടുണ്ട്. സോപാനം അത് കഴിഞ്ഞ് ഫ്രണ്ട് വാതിലും ഗജലക്ഷ്മി അതിൻ്റെ ഇതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അകത്ത് വന്നിട്ട് കംപ്ലീറ്റ് തട്ടാണ്. അത് 20 സെൻറ്റിമീറ്റർ കനമുള്ള കരിങ്കൽ പാളി വെച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള തട്ടാണ്. അതൊക്കെ കയറുമ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മൾ ഈ കല്ലിൻ്റെ ഒരു ഇത് ഉള്ളത് കൊണ്ട് ഭയങ്കര കൂളിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. പിന്നെ ഫ്രണ്ട് കാണുന്നത് ഒരു ദ്വാരപാലകര്. രണ്ട് ഭാഗങ്ങളിലും ദ്വാരപാലകരാണ്. അതുപോലെ തന്നെ അപ്പുറം ഇവിടെയും ദ്വാരപാലകര ഒരു രൂപമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ആന, 2 വ്യത്യസ്തമായ ആന. ഈ സൈഡും 2 വ്യത്യസ്തമായ ആനയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡ് വന്നിട്ട് 2 മയിലുകളെ രൂപം. ഇവിടെയും 2 വ്യത്യസ്തമായിട്ട് 2 മയിലുകളെ രൂപം അതും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വന്നിട്ട് 2 നാഗങ്ങളെ രൂപം. ഒന്ന് 3 തലയുള്ള നാഗവും ഒന്ന് സിംഗിൾ ഒറ്റ തലയുള്ള നാഗവും.
അങ്ങനെ വളരെ ഒരു ഭംഗിയായ രീതിയിൽ ഉള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്തത്. കാരണം ഇത് നമ്മൾ വീഡിയോ കാണുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എഫക്റ്റ് എത്രത്തോളം കിട്ടണമെന്ന് അറിയില്ല. നമ്മളെ പരിമിതിയിൽ വെച്ചിട്ടുള്ള സാങ്കേതികമായ പരിമിതികൾ നമ്മളെ ഇതിൽ വെച്ചിട്ട് എടുക്കുന്ന ഇതായതുകൊണ്ട്, അതുകൊണ്ട് അതിൽ നമുക്ക് കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പൂർണ്ണത ഇത് കിട്ടില്ല. നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ആകർഷണവും ഒരു ഭംഗിയും ഒരു ട്രഡീഷണലായിട്ടുള്ള വളരെ ഒരു നല്ലൊരു വർക്കാണ്. ഭയങ്കര വന്നു കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തരത്തിലുള്ളൊരു വർക്കാണ് ഇത് നമ്മൾ ഈ നമസ്കാരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്ഷേത്രത്തിൻ്റെ മാതൃക. ഇതിൻ്റെ ഫൈനലിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഈ രൂപമാണ്. ഇതിൻ്റെ കാല് ഭംഗിയായിരിക്കും. പിന്നെ നമ്മളെ കാവുണ്ട്, താഴെയാണ് കാവ്, പിന്നെ കുളമുണ്ട്, കുളത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടും ഒരു പണിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാതെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ കണക്കിലായിരുന്നാലും ക്വാളിറ്റിയിലായിരുന്നാലും എല്ലാത്തിനും വളരെ കൃത്യമായിട്ടും വളരെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു വർക്കാണ്. എങ്ങനെയെങ്കിലും ചെയ്ത് തിരിച്ചു എന്നുള്ളതല്ല. കാരണം ഇത് കാലങ്ങളോളം ഇരിക്കേണ്ട വർഷങ്ങളോളം ഇരിക്കേണ്ട ഒരു വർക്ക് നിർമ്മിതമായതുകൊണ്ട് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും കൂടി ദീർഘവീക്ഷണത്തോടെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സാമ്പത്തികമായി ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന അപേക്ഷിച്ച് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ളൊരു ഇതും കൂടെ ഉണ്ടാകും, മാറ്റം കൂടെ ഉണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നിലവിൽ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് നമ്മുടെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി അവരാൽ കഴിയണ സഹായങ്ങൾ ചെയ്യാൻ പറ്റും. അത് എത്രയായിരുന്നാലും, അത് 1 രൂപ ഇട്ടായിരുന്നാലും അതിൽ കൂടുതൽ എത്രയായിരുന്നാലും അവർക്ക് നമുക്ക് നൽകാൻ പറ്റും. അതിനായി നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളെ ബാങ്കിൻ്റെ ഡീറ്റെയിലും QR കോഡും ബാക്കിയെല്ലാം കൊടുക്കുന്നുണ്ട്. നേരിട്ടോ ബാങ്ക് വഴിയോ ഒക്കെ നമുക്ക് അതിന് ഒരു ക്ഷേത്ര നിർമ്മാണത്തിനായി നൽകാവുന്ന കാരണം ഈ ക്ഷേത്ര നിർമ്മാണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ പൂജ നടത്തുമ്പോഴോ അല്ല. നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ രൂപയും നമ്മൾ ഈ ക്ഷേത്രം എത്ര കാലം വരാം, ഈ ക്ഷേത്രം എന്നല്ല ഏത് ക്ഷേത്രമായിരുന്നാലും നമ്മൾ ഈ കൊടുക്കുന്ന ക്ഷേത്ര നിർമ്മാണത്തിന് പുനരുദ്ധാരണത്തിന് കൊടുക്കുന്ന ഓരോ രൂപയും അത് നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ രൂപയും എത്ര കാലം വരെ ആയിരുന്നാലും ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് എത്ര കാലമുണ്ടോ അത്രയും കാലം അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു വലിയൊരു തത്വം അതിൻ്റെ പിന്നിലാണ്. കാലങ്ങളോളം ഇരിക്കേണ്ട ഒരു സംവിധാനമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണത് വരും തലമുറയ്ക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടിയും കൂടെ ഉള്ളതാണ്. അത്രമാത്രം അതിൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ കണക്കൂട്ടിയാണ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങളെ കൊണ്ട് കാണുന്നവരും നിങ്ങളെ കൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് വലിയൊരു പദ്ധതിയാണ്. ചെറിയൊരു സാമ്പത്തിക സംവിധാനം വച്ചുകൊണ്ടാണ് നമ്മൾ ഈ വലിയൊരു പദ്ധതി മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മളെ ഈ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തണം. എല്ലാവിധ സഹായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.